പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്തിനായി കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ രക്ഷകനെ ഒരു പ്രാവശ്യം കൂടെ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പാടി ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിന്റെ മുഖത്തേക്കൊക്കെ നോക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന വേർപെട്ട സമയങ്ങൾക്കായി ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയങ്ങളൊക്കെ നന്നായി വിനിയോഗിപ്പാനും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിപ്പാനും ഭക്തൻ പാടിയതുപോലെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാനും ഒക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളായി നന്നായി അത് വിനിയോഗിപ്പാൻ എല്ലാ ദൈവമക്കളെയും പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്പ നിമിഷങ്ങൾ ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം The Book of Acts of Apostles 16-ാം അധ്യായം chapter 16 verses 30 to 34 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 30 മുതൽ 34 വരെ The Book of Acts of Apostles chapter 16 verses 30 to 34. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോട് അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. വളരെ ചിന്തനീയമായ വേദഭാഗങ്ങളാണ് അല്പനിമിഷങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം ദൈവം സഭയെ നടത്തിയ വിധങ്ങളും സഭയെ ആദ്യകാലങ്ങളിൽ വളർത്തിയ അനുഭവങ്ങളും ഒക്കെ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഭവ ചിന്തകളാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്നു, ശിഷ്യന്മാരോട് കൂടെ ഇരുന്നു, വിശ്വാസികളെ ബലപ്പെടുത്തി അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചെടുത്തു എന്നൊക്കെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ അധ്യായങ്ങളിലൊക്കെ അതിന്റെ താളുകളിൽ നമുക്ക് ആധികാരികമായി പഠിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അതിലെ ഒരു ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ ഒരുമിച്ച് നമ്മൾ ധ്യാനിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. പൗലോസ് എന്നൊരു ദൈവമനുഷ്യനെ അപ്പോസ്തല പ്രവൃത്തി 9 രൂപപ്പെടുത്തിയെടുത്ത് പിന്നീടുള്ള അധ്യായങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയെടുക്കുന്നത് ബൈബിളിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. ആ രൂപപ്പെടുത്തിയെടുത്ത മനുഷ്യനെ പിന്നീട് അനേക ലേഖനങ്ങൾ എഴുതുവാൻ മാത്രമല്ല, അനേക സഭകൾ സ്ഥാപിക്കുവാൻ ദൈവത്തിന് സ്തോത്രം, അനേക ഇടങ്ങളിൽ ദൈവവചനം പഠിപ്പിച്ച് അനേക ശിഷ്യന്മാരെ ഒരുക്കി ആ ശിഷ്യന്മാരിലൂടെയും അനേക സഭകളെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കിയെടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് എന്ന ദൈവമനുഷ്യൻ തന്റെ പ്രാണനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്വർഗത്തിലേക്ക് ആത്മാവ് ഉയരുവാൻ തുടങ്ങുമ്പോൾ അതിന് സാക്ഷിയായ ഒരു വ്യക്തിയാണ് ശൗൽ അല്ലെങ്കിൽ പൗലോസ് എന്ന് പറയുന്നത്. പക്ഷേ ആ പൗലോസ് എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ രൂപാന്തരം വളരെ ആധികാരികമായ രൂപാന്തരമായിരുന്നു. ഒരു വ്യക്തിയെ ഏതു തലത്തിൽ ദൈവത്തിന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ലോകത്തിന് വിസ്മയമാകത്തക്ക നിലയിൽ, തന്റെ ചുറ്റുമുള്ളവർക്ക് ഒരു അത്ഭുതമാകത്തക്ക നിലയിൽ ഒരു വ്യക്തിയെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന വചനമാണ് പൗലോസിന്റെ അനുഭവങ്ങളിലൂടെ ഏടുകളിലൂടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു വ്യക്തിയെ ഏത് നിലയിൽ പണിതെടുക്കണമെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. ഒരു വ്യക്തിയെ ഏത് നിലകളിൽ ഉറപ്പിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഭാഗത്തുള്ള പ്രവൃത്തികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അതിനായി എത്രമാത്രം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ ആ ഏൽപ്പിച്ചു കൊടുക്കുന്ന അളവിൽ മാത്രമേ ദൈവത്തിന് ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയൂ എന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം. ദൈവത്തിന്റെ സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ദൈവത്തിനും പങ്കുണ്ട്, നമുക്കും വലിയൊരു പങ്കുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് 100% ദൈവത്തിന്റെ ഒരു പദ്ധതിയല്ല, മറിച്ച് നമ്മൾ എത്ര ഈൽഡ് ചെയ്യുന്നോ, നമ്മൾ എത്ര ഒരുക്കപ്പെടുന്നോ, നമ്മൾ എത്ര ഏൽപ്പിച്ചു കൊടുക്കുന്നോ അത്ര മാത്രം ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഏത് തലങ്ങളിൽ ദൈവം നമ്മളെ ഒരുക്കിയെടുക്കണം എന്നുള്ളതിൽ നിർണായക പങ്ക് നമ്മുടെ ചിന്തകൾക്കുണ്ട്, കാഴ്ചപ്പാടുകൾക്കുണ്ട്, സമർപ്പണത്തിനുണ്ട്,
വിട്ടുവീഴ്ചകൾക്കുണ്ട്, പ്രാർത്ഥനയ്ക്കുണ്ട്, മനോഭാവത്തിനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മെസ്സേജ് കേട്ടു തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കാം. എന്നെ രൂപപ്പെടുത്തുന്നതിന് തടസ്സമായി എന്റെ ജീവിതത്തിലുള്ളത് എന്തെങ്കിലും കർത്താവേ ഇന്ന് രാത്രി അതെന്നെ ഓർപ്പിച്ച് ദൈവിക പദ്ധതി എന്നെ വെളിപ്പെടുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ഒരു ശൗലിനെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് ഉപയോഗമുള്ള ഒരു പാത്രമായി രൂപപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ എന്നെ രൂപപ്പെടുത്തി എടുക്കണമെന്ന് ആത്മാർത്ഥമായി ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പലപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു വാചകമാണ്, ദൈവത്തിന് വേണ്ടി ഒരു വിരലെങ്കിലും ചലിപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്, അത് ദൈവം നൽകിയ ഒരു അവസരമാണ്, അത് ദൈവം നൽകിയ ഒരു നിയോഗമാണെന്ന് ദൈവമക്കൾ ഒരിക്കലും മറന്നു പോകരുത്. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, ഒരു സ്റ്റേജിൽ പോലും നിന്നില്ലെങ്കിലും, ഒരു കൊച്ചു വിരലെങ്കിലും ദൈവത്തിന് വേണ്ടി അനക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യമെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. ഒരു കൺവെൻഷൻ വേദികളിൽ നിന്നില്ലെങ്കിലും, ഒരു രോഗികളെ സൗഖ്യമാക്കിയില്ലെങ്കിലും, കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും ഈ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണമേ, ഒരു വിരലെങ്കിലും കർത്താവിന് വേണ്ടി ചലിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗ്യമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്. അതിന് തടസ്സമായി എന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകല്ലേ എന്ന് ആത്മാർത്ഥമായി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. ഉപയോഗമുള്ള ചിലതിനെ കർത്താവ് ഈ ദിവസങ്ങൾ ഇതിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരട്ടെ. വിരലുകൾ ചലിപ്പിക്കുന്ന, കാലുകൾക്ക് വേഗതയുള്ള, പരിശുദ്ധാത്മാവിന്റെ നിറമുള്ള ചിലതിനെ ഇതിനകത്തുനിന്ന് ദൈവത്തിന്റെ ആത്മാവ് പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവരട്ടെ എന്ന് എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത. പൗലോസിന് ദൈവം നൽകിയ അവസരം നന്നായി ആ ദൈവദാസൻ വിനിയോഗിച്ചു. ഒരുപക്ഷെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് മുൻപ് ഒരു ദൈവദാസൻ അദ്ദേഹത്തെ വിളിക്കാൻ കഴിയില്ല. ടെക്നിക്കലി തെറ്റാണെങ്കിലും ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ദൈവം നൽകിയ ചാൻസ്, ദൈവം നൽകിയ അവസരം പൗലോസ് നന്നായി വിനിയോഗിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം നൽകുന്ന അവസരങ്ങൾ, സമയങ്ങൾ, ദൈവം നൽകുന്ന ടൈമുകൾ, സീസണുകൾ നന്നായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാം. എപ്പോഴും നമുക്ക് അവസരങ്ങൾ ദൈവം തന്നു എന്ന് വരില്ല. വളരെ വിലപ്പെട്ട നിമിഷങ്ങൾ ദൈവം ഒരുക്കുന്നത്. വചനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ദൈവത്തിന്റെ സന്ദർശന കാലമുണ്ട്. There is a time for the visitation of the Holy Spirit. സന്ദർശന കാലം സാറയുടെ ജീവിതത്തിൽ ദീർഘമായ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമായി. എപ്പോഴും ദൈവം സന്ദർശിക്കുകയില്ല. ദൈവം ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചു, ദൈവം ഫറവോനെ സന്ദർശിച്ചു. എപ്പോഴും സന്ദർശിച്ചെന്നല്ല, ദൈവത്തിന് എല്ലാത്തിനും ഒരു ടൈമാണ്. സ്തോത്രം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഈ സഭയുടെ ഒരു ടൈമാണ്. ഇവിടെ ദൈവം ദൈവമക്കൾക്ക് നൽകിയ ഒരു ഗ്ലോറിയസ് ടൈമാണ്. ഒരു പ്രോഫറ്റിക് മെസ്സേജ് പോലെ ഈ വാക്ക് നിങ്ങളുടെ കാതുകളിൽ ഇന്ന് രാത്രി മുഴങ്ങട്ടെ. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ്, ഒരു വിലയേറിയ അവസരമാണ്. ഞാൻ അത് വിനിയോഗിക്കുമെന്ന് തന്റെ ഇടത്തോടെ പറയാം മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്. കർത്താവേ, അങ്ങയുടെ നാമം മഹത്വത്തിലാണ്. എന്നെ ഈ തലമുറയിൽ തിരക്ക്, ലോകത്തിനകത്ത്, ജോലിക്കകത്ത്, കുടുംബഭാരങ്ങൾക്കകത്ത്, മാനസിക സമ്മർദ്ദങ്ങൾക്കകത്ത്, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങൾക്കകത്ത് ഒത്തിരി മാനസിക സമ്മർദ്ദങ്ങൾക്കകത്ത് ഓടുമ്പോൾ ഒരു വിരളെങ്കിലും കർത്താവിന് വേണ്ടി ചലിപ്പിക്കാനുള്ള ഒരു കൃപ എനിക്ക് വേണമെന്ന് മനസ്സുള്ളവർ അതെഞ്ചുരുങ്ങി പ്രാർത്ഥിച്ച്, മെസ്സേജ് തീർക്കുകയല്ല, മെസ്സേജ് തുടങ്ങാൻ പോകുകയാണ്. പക്ഷേ ആ ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിച്ച്, ഐ നീഡ് ടു യൂസ് ദിസ് ടൈം, എനിക്ക് ഈ സമയം വിനിയോഗിക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം. എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഈ സമയം വിനിയോഗിക്കണം, എനിക്ക് ദൈവം തന്ന ഗോൾഡൻ ചാൻസ് വിനിയോഗിക്കണം. ഓ, നിത്യതയിൽ എത്തുന്നതിന് മുൻപ്, കർത്താവിന്റെ കാഹളം തൊടിക്കുന്നതിന് മുൻപ്, അത് ആരാധിക്കാനാകട്ടെ, പ്രാർത്ഥിക്കാനാകട്ടെ, ഉപവസിക്കാനാകട്ടെ, കരയാനാകട്ടെ, അനേകരെ ബലപ്പെടുത്താനാകട്ടെ, അനേകരെ ശക്തീകരിക്കാനാകട്ടെ, അനേകരെ ധൈര്യപ്പെടുത്താനാകട്ടെ, ദൈവം തന്ന ഒരു കൊച്ചു ശുശ്രൂഷ അഭിഷേകത്തോടെ ഉപയോഗിക്കാനാകട്ടെ. ഓ, ഈ ലോകം വിട്ട് പറന്നു പോകുന്ന
ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ, ഇതുവരെ കരഞ്ഞിട്ടില്ലാത്തതുപോലെ, ഇതുവരെ ഉപവസിച്ചിട്ടില്ലാത്തതുപോലെ, ഇതുവരെ ആരാധിച്ചിട്ടില്ലാത്തതുപോലെ ഞങ്ങളെ ഉപയോഗിക്കണമപ്പ. We need to use this glorious moment in our life. ഞങ്ങളെ പണിയണമപ്പ. ഈ ജനത്തെ പണിയണമപ്പ. ഈ ജനത്തെ പണിയണമപ്പ. ദൈവം തരുന്ന ആ precious time. എനിക്കിങ്ങനെ പറയട്ടെ, ഗോൾഡൻ ചാൻസ്. ഹല്ലേലൂയ. നന്നായി വിനിയോഗിക്കണം. എനിക്കറിയാം, ഒത്തിരി തിരക്കുള്ള, സമ്മർദ്ദങ്ങളുള്ള, കുടുംബ ഭാരങ്ങളുള്ള, സാമ്പത്തിക പ്രതിസന്ധികളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനകത്തും എന്നെ ഉപയോഗമുള്ളൊരു പാത്രമാണ്. ഇന്ന് രാത്രി തീർക്കണം. എന്റെ കുടുംബത്തെ ഒരു വിളക്കായി മാറ്റണം. ആത്മാർത്ഥമായി രാത്രി എന്റെ തലമുറകളെ, ചിലരൊക്കെ കരയുന്ന ഞാൻ കാണുന്നത്, നീ ഒരു ദൈവ സാന്നിധ്യം രാത്രി പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലയിലുള്ള ഒരു പരിശുദ്ധാത്മാവിന്റെ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. എന്റെ സ്വയം ഒന്നും എന്നിൽ വേണ്ട, എന്റെ ജഡമെന്നിൽ ഉയരണ്ട, അതിന് തടസ്സമായിട്ടുള്ളതൊന്നും എനിക്ക് വേണ്ട. ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതൊന്നും എനിക്ക് വേണ്ട. ദൈവം തന്ന അവസരം നന്നായി അങ്ങനെ ഉപയോഗിച്ച ഒരു ദൈവത്തിന്റെ ദൈവദാസനാണ് പൗലോസ് എന്ന ശൗൽ എന്ന ദൈവമനുഷ്യൻ. ദൈവം തന്നെ രൂപപ്പെടുത്തിയെടുത്തു. കാഴ്ച നഷ്ടപ്പെട്ട തന്നെ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറച്ച് ബൈബിളിൽ വായിക്കുന്നത്, ശൗലവും മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ച, ഹല്ലേലൂയ, യഹൂദന്മാരെ മിണ്ടാതാക്കി ഒരു അഭിഷേകം തന്റെ മേൽ വ്യാപരിക്കുക. എത്ര ഏൽപ്പിച്ചു കൊടുത്തോ അത്ര ദൈവം തന്നെ ഉപയോഗിക്കുവാനിടയിൽ. ശ്രദ്ധിക്കണം, എത്ര ഈൽഡ് ചെയ്യുന്നോ, എത്ര വിട്ടുകൊടുക്കുന്നോ, നിർബന്ധത്താലല്ല, എത്ര വിട്ടുകൊടുക്കുന്നോ അത്രയുമാണ് ആത്മാവിന്റെ ഇടപെടൽ ഒരു വ്യക്തിയിൽ. ആ വാക്ക് ശ്രദ്ധിക്കണം. എത്ര ഈൽഡ് ചെയ്യുന്നു അത്രമാത്രം ഇടപെടൽ പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ നടത്തിയിരിക്കും. അതൊരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല, ആർക്കും തടുക്കാൻ പറ്റില്ല. ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും അതിനെ തൊടാൻ കഴിയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ഈ പൗലോസിലൂടെ ഒരു ആത്മീയ ശുശ്രൂഷ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അനേക സഭകൾ സ്ഥാപിക്കുവാൻ, അനേകരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ, അനേകരുടെ ഹൃദയങ്ങളിൽ വചനത്തിന്റെ വിത്തുകൾ പകർന്നു കൊടുക്കുവാനൊക്കെ ദൈവം നൽകിയ ചാൻസ് നന്നായി വിനിയോഗിക്കാൻ പൗലോസിന് ദൈവത്തിന്റെ സ്തോത്രം. ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായി ദൈവം തന്നെ എടുത്ത് ഉപയോഗിക്കുവാനിടയായി. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തന്റെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായി. താനെ പോയി പ്രസംഗിച്ചെടുത്ത്, സഭകൾ സ്ഥാപിച്ചെടുത്ത്, വിശ്വാസികളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നെടുത്ത് അവിടെ ചെന്ന വിശ്വാസികളുടെ ഇന്നത്തെ നിലവാരം ഒന്ന് പരിശോധിക്കണം. പൗലോസിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി. രക്ഷിക്കപ്പെട്ടിട്ട് 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി, കൃപയിൽ വന്നിട്ട് 20 വർഷമായി. പക്ഷെ ഇന്നവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് ചില ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ സ്നേഹവും സന്തോഷവും ദൈവകൃപയും പരിശുദ്ധാത്മ നിറവും ഇന്നും അവർക്ക് ഉണ്ടോ എന്ന് അറിയേണ്ടതിന് സ്തോത്രം. അതൊരു ടെസ്റ്റാ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് ഞാൻ ഇവാലുവേറ്റ് ചെയ്താൽ നടക്കില്ല. പക്ഷേ കൃപയിൽ വന്ന ദിവസത്തെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്തേ. എനിക്കന്നുണ്ടായിരുന്ന സന്തോഷവും ആ രക്ഷ ഞാൻ പ്രാപിച്ച ദിവസം എന്നിൽ വന്ന ആനന്ദവും, എന്റെ ആരാധനയും, എന്റെ പ്രാർത്ഥനയും, എന്റെ മനോഭാവം, എന്റെ ഉപവാസം, എന്റെ കയ്യടി, ഞാൻ നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിച്ചത്, ഞാൻ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ദിവസം ഞാൻ എങ്ങനെ ദൈവത്തോട് ദൈവത്തെ ആരാധിച്ചു. ഇതൊക്കെ ഒരു സെൽഫ് ഇവാലുവേഷനിലേക്ക് ഇന്ന് രാത്രി കടന്നു പോകണം. സ്തോത്രം. വർഷത്തെ പാരമ്പര്യം പറയാനല്ല ഇന്ന് രാത്രി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണെന്ന് സ്വയം ഒന്ന് സെൽഫ് ഇൻട്രോസ്പെക്ട് ചെയ്യുക. ഇന്ന് രാത്രി കഴിഞ്ഞാൽ സ്തോത്രം.
സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വാസം വന്നിട്ട് കുറച്ച് നാൾ മാത്രമായവരുണ്ട്, വിശ്വാസത്തിലേക്ക് വരുന്നവരുണ്ട്, വചനം കേൾക്കുന്നവരുണ്ട്, ദീർഘവർഷങ്ങൾ പാരമ്പര്യമുള്ളവർ ഈ സഭയിലുണ്ട്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഇന്നത്തെ നിലവാരം അളക്കാൻ ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു, നിങ്ങളുടെ പഴയ തീഷ്ണത നഷ്ടപ്പെട്ടോ, ഉപവാസത്തിനുള്ള മനോഭാവം നഷ്ടപ്പെട്ടോ, ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടോ, എവിടെയെങ്കിലും ഇടിവുകൾ സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, don't miss this chance. ഈ അവസരം പാഴാക്കരുത്. ഇത് നന്നായി വിനിയോഗിക്കാൻ ഒരവസരം കൂടി ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് നൽകുക. സ്തോത്രം 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 സ്തോത്രം. കർത്താവിനോട് പറഞ്ഞൊരു ശബ്ദം ഇന്ന് വൈകിട്ട്, there is one more chance. ഒരവസരം കൂടി, ഒരവസരം കൂടി. മേലാൽ ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. പക്ഷെ ഒരാണ്ട് കൂടി, ഒരാണ്ട് കൂടി. ദൈവത്തിന്റെ സ്തോത്രം. ചിലർക്ക് ദൈവം തരുന്ന ഒരു അവസരം, അത് നമ്മുടെ നിശ്ചയമായിരിക്കണം. എനിക്കത് ഉപയോഗിക്കണം, എനിക്ക് ദൈവത്തിന് വേണ്ടി നിലനിൽക്കണം. ഒരു വിരളെങ്കിലും കർത്താവിന് വേണ്ടി എനിക്ക് ചലിക്കണം. എന്റെ ആത്മീയ ആവേശത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം. ആ ദൈവിക സന്തോഷത്തിലേക്ക് എനിക്ക് മടങ്ങി വരണം. പൗലോസിന്റെ ആദ്യ ശുശ്രൂഷ കാലങ്ങളിൽ തന്നെ പൗലോസിന്റെ ഹൃദയത്തിനകത്ത് തോന്നലുണ്ടായി. ഒത്തിരി സഭകൾ സ്ഥാപിച്ചു, ഒത്തിരി ഇടത്ത് പ്രസംഗിച്ചു. പക്ഷേ അവൻ അന്ന് വിശ്വാസത്തിൽ ഇരുന്നത് പോലെ, രക്ഷിക്കപ്പെട്ട കൃപയിൽ വന്ന നാളിൽ അനുഭവിച്ച സന്തോഷം പോലെ ഇന്നും ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്ന് അറിയേണ്ടതിന് പൗലോസ് ഈ സഭകൾ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതൊരു മിഷണറി യാത്രയായിരുന്നു. അതാണ് ഈ 15 അധ്യായത്തിന്റെ അവസാനവും 16 അധ്യായത്തിന്റെ ആദ്യം മുതൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പൗലോസും ശീലാസും ദൈവം നിയോഗം നൽകിയ സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുകയാണ്. ലക്ഷ്യം ഇതാണ്, വിശ്വാസികൾ കൃപയിൽ ഇരിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതിന് ദൈവം നൽകിയ നിയോഗത്തോടെ ശീലാസിനെ കൂട്ടി പൗലോസ് എന്ന ദൈവമനുഷ്യൻ സഭകൾ ആ പ്രദേശങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. പക്ഷേ പൗലോസ് എന്ത് ആഗ്രഹിച്ചോ ആ വഴികളിൽ പൗലോസിനെ ദൈവം വിട്ടില്ല. റൂട്ട് തിരിച്ചു വിടുന്നത് പോലെ ഈ ദൈവമനുഷ്യനെ കർത്താവ് തിരിച്ചു വിടുകയാണ്. സ്തോത്രം. ആസിയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു, പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. ആ പദം അവിടെ എഴുതിയിരിക്കുന്നത് ശ്രമിച്ചു, പക്ഷേ ആത്മാവ് അവരെ വിലക്കി. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ഒരു ദർശനം തന്റെ കാതുകളിൽ മുഴങ്ങുന്നത്. ഒരു മക്കതോന്യക്കാരനായ മനുഷ്യൻ വന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് നിലവിളിക്കുന്ന ഒരു ശബ്ദം പൗലോസ് എന്ന ദൈവമനുഷ്യന്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. പൗലോസിന് ഒരു കാര്യം അറിയാം, ഈ ലോകത്തിൽ എന്ത് നേടിയാലും ഏറ്റവും വിലപ്പെട്ടത് രക്ഷയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ രക്ഷയാണ്. അവന്റെ ഉള്ളിൽ വെളിപ്പെടുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾക്ക് ലഭിച്ച ജോലിയല്ല നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങൾക്ക് ലഭിച്ച കുടുംബമല്ല നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം നിന്റെ അകത്ത് നീ പ്രാപിച്ച ദൈവിക വെളിച്ചവും വചനത്തിന്റെ വെളിപ്പാടും രക്ഷയുടെ സന്തോഷവുമാണെന്ന് ഒരിക്കലും ദൈവമക്കൾ മറന്നു പോകരുത്. ആ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവർ ഇന്ന് രാത്രി ഒത്തിരി ദൈവത്തെ സ്തുതിക്കണം. അന്ന് തന്ന അവസരത്തിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം തരികയാണ്. ഹല്ലേലൂയ. എന്താണ് രക്ഷ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ അംഗീകരിച്ചതെന്നൊക്കെ ടെക്നിക്കലായി ബിബ്ലിക്കലായി നമുക്ക് പറയാമെങ്കിലും എന്റെ അഭിപ്രായത്തിൽ രക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളെ കർത്താവ് പിടിച്ചെടുക്കുന്ന ടൈമാണ് രക്ഷ. ഒരാളെ കർത്താവ് നിയന്ത്രിക്കാൻ തുടങ്ങുന്ന നിമിഷമാണ് അവന്റെ ജീവിതത്തിൽ രക്ഷ ആരംഭിക്കുന്നത്. അവന്റെ ബുദ്ധിയെ, അവന്റെ അവന്റെ ഭാവിയെ, അവന്റെ വഴികളെ ഒരാൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നിടത്താണ് ഒരു വ്യക്തിയിൽ രക്ഷയാൽ. ടെക്നിക്കലി ബിബ്ലിക്കലി പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞത് ടെക്നിക്കൽ ഡെഫിനിഷൻ ആണെങ്കിലും എന്റെ ചിന്ത ഒരു വ്യക്തിയുടെ ചിന്തയെ, ബുദ്ധിയെ, വഴികളെ, പദ്ധതികളെ, അവന്റെ ഭാവിയെ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ഒരു വ്യക്തിയിൽ രക്ഷ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും, ഞാനല്ല, അവനാണ് എന്നിൽ മുഖ്യം. ഞാൻ കുറയണം, അവനോ എന്നിൽ വളരണം. ഇന്ന് രാത്രി ചിലരോട്, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ചിലരോട് പരിശുദ്ധാത്മ വിളിച്ചു പറയും, ഞാൻ കുറയുന്നതും അവൻ എന്നിൽ വളരുന്നതുമാണ് രക്ഷയുടെ പ്രതിഭാസം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് രക്ഷ
രക്ഷയുടെ ഒരു ആദ്യ പടി മാത്രമാണ്. ഇന്ന് രാത്രി ആരെങ്കിലും അങ്ങനെ എല്ലാത്തവരും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവമെന്ന് വിശ്വസിച്ച് അവനെ വായി കൊണ്ട് ഏറ്റുപറയാൻ ശ്രമിച്ചാൽ നിങ്ങളും ആ നിത്യതയുടെ അവകാശികളായി തീരും. പക്ഷെ രക്ഷയിൽ വളരുക എന്ന് പറയുന്നത് ആ പ്രക്രിയയല്ല. ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്താ രക്ഷയിൽ വളരുക? രക്ഷയിൽ വളരുന്നവന് സ്വന്തമായ തീരുമാനങ്ങളില്ല, സ്വന്തമായ ആലോചനകളില്ല, സ്വന്തമായ പർപ്പസുകളില്ല, ഭാവിയെ കുറിച്ചുള്ള ചിന്തകളില്ല. കാരണം അവനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അവനെ ഏത് വഴികളിൽ നടത്തണമെന്ന് പദ്ധതിയിടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അതാണ് രക്ഷയുടെ വളർച്ച എന്ന് പറയുന്നത്. The glory of salvation, the growth of salvation happens when the Holy Spirit takes control over our life. പൂർണ്ണമായ ആ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നിടത്താണ് രക്ഷയിൽ ഒരു വ്യക്തി വളരുവാനിടയായിരിക്കുന്നത്. പൗലോസിന് അറിയാം, രക്ഷയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശരിക്കും രക്ഷയിൽ വളരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് വചനപ്രകാരം കാൽക്കുലേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. പദ്ധതികളൊന്നും, പ്ലാനുകൾ ഉണ്ടാകത്തില്ല. വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചാൽ അവൻ പറയും ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, ആളെങ്ങനെ നടത്തുന്നോ. അതല്ലാതെ പറയുന്നെങ്കിൽ ഓർത്തോണം, എവിടെയോ രക്ഷയ്ക്ക് പക്ഷെ അടുത്ത വർഷം ദൈവം വെച്ചാൽ ഇന്നതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ അടുത്ത അതിനോർത്തോളം രക്ഷ നമ്മിൽ വെളിപ്പെടുന്നില്ല. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ആഗ്രഹങ്ങളില്ല. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എനിക്കറിയാം സന്തോഷമൊക്കെ പോകും, ഇത്രയും നേരം നല്ല സന്തോഷങ്ങൾ എൻ്റെ കൂടെ വന്നു. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് നാളെ എന്താകുമെന്ന് സ്വയമായ ഒരു പ്രഖ്യാപനമില്ല. എങ്ങനെ ആത്മാവ് എന്നെ നടത്തുമോ, എങ്ങനെ ദൈവം എന്നെ കൊണ്ടുപോകുമോ. രക്ഷയിൽ വളർന്നോ അതോ രക്ഷിക്കപ്പെട്ടോ? രണ്ടും രണ്ടാ. രക്ഷയിൽ വളർന്നോ അതോ രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടതാ ഭൂരിപക്ഷം പേര്, പക്ഷെ രക്ഷയിൽ വളർന്നോ? അതിന്റെ പാരാമീറ്റർ ഇതാണ്. ഡയറിയിൽ ഒന്നും കാണത്തില്ല. സ്തോത്രം. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കത്തില്ല. ഇന്നത് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞ സന്തോഷമൊക്കെ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷയിൽ നമ്മൾ വളർന്നു. രക്ഷിക്കപ്പെട്ടു, പക്ഷെ രക്ഷയിൽ നമ്മൾ നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തി. ഇന്നത്തേതിൽ ആഗ്രഹം വളരണം. രക്ഷിക്കപ്പെട്ടാൽ മാത്രം, രക്ഷിക്കപ്പെടാൻ സിമ്പിളാണ്. അവനെ അംഗീകരിച്ചാൽ മതി. കർത്താവിന്റെ രക്ഷകനാണ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അംഗീകരിച്ചാൽ രക്ഷിക്കപ്പെട്ടു. അതിന്റെ ഫസ്റ്റ് പ്രോസസ് നടന്നു. പക്ഷേ രക്ഷയിൽ വളരണമെങ്കിൽ he should have control over your life. സ്തോത്രം. നമ്മൾ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ ചില വണ്ടി മേടിച്ചു കൊടുക്കുക, റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന അല്ലേ? സ്തോത്രം. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് മുന്നോട്ട് പോകും, പുറകോട്ട് പോകും, സൈഡിലോട്ട് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് രക്ഷയുടെ വളർച്ച എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൺട്രോൾ അനുസരിച്ച് പോകുന്നതാണ് രക്ഷയുടെ വളർച്ച. അതെല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം. ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ഒരു ഇൻക്രിമെന്റ്. കാരണം നമ്മുടെ മനസ്സിൽ ഉള്ള ആഗ്രഹം നമുക്ക് എന്തുണ്ടാകണം? ഇൻക്രിമെന്റ് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരും ഇല്ലെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും ഇല്ല. എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉണ്ട്. അതനുസരിച്ചാ പല പ്ലാനുകളും നമ്മൾ എന്ത് ചെയ്യുന്നത്, പല പദ്ധതികൾ, പല പ്ലാനുകൾ, പല ചിന്തകൾ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ വന്നോണ്ട്. നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പൊ കുറച്ചും കൂടെ 2-3 മാസമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, എന്ത് പ്ലാൻ ചെയ്താലും അതിന് മുമ്പ് വരെ നമ്മൾ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ 3 മാസത്തിനിടയ്ക്ക് നമുക്ക് മനസ്സിലായി, പ്ലാൻ ചെയ്യുന്നതൊന്നും ഒരവധി പോലും പോയാ പോയി, വന്നാ വന്നു. നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയല്ല. ദൈവം ജൂൺ മാസം അവസാനം ഒത്തിരി പേര് പോകാനുണ്ട്. അവരൊക്കെ ഓർത്ത് സ്വാതന്ത്ര്യം നിങ്ങൾ ഡിസ്കറേജ് ചെയ്യല്ല. പക്ഷെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ലോകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പ്ലാൻ ചെയ്ത് ലോൺ എടുക്കാൻ പറ്റും, ഒരു കാര്യം നടത്താം. കാരണം ലോക സാഹചര്യങ്ങൾ വളരെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്. നമ്മൾ പോയി പ്രതീക്ഷിക്കാതെ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റുന്ന. എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുകയല്ല, അങ്ങനെ ഒരു ലോകത്തിലാണ് ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത്.
അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമാണ്. മനുഷ്യർ നിർജീവന്മാരാകുന്ന, അവരുടെ മനസ്സിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന, ധൈര്യം നഷ്ടപ്പെടുന്ന ഒരു കാലത്തിൽ പ്രതീക്ഷ വെക്കാൻ ഒറ്റയാളേ ഉള്ളൂ. നിന്റെ ആലോചന പ്രകാരം നീ എന്നെ നടത്തുകയും ഇന്നത്തേതിൽ എന്നെ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, രക്ഷയിൽ വളരണം. പൗലോസിന് മനസ്സിലായി ഈ ആത്മീയ കാഴ്ചപ്പാട് അകത്ത് കയറി, സ്വപ്നം അകത്തേക്ക് കയറിയപ്പോൾ പൗലോസിന് മനസ്സിലായി മക്കദോന്യയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ പൗലോസും ശീലാസും മക്കദോന്യ ആ പ്രദേശം, അതൊരു വലിയ ലാർജ് ഏരിയ, അതൊരു രാജ്യമല്ല, ഒരു ഭൂപ്രദേശമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ ഭൂപ്രദേശത്ത്, ഇപ്പൊ ഗൾഫ് എന്ന് പറയുമ്പോൾ ആ 7 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖലയായതുപോലെ ഒരു പ്രദേശത്തെ വിളിക്കുന്ന പേരാണ് മക്കദോന്യ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി, ഇപ്പൊ ഗൾഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി ദുബായ് ആയിരിക്കുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി മക്കദോനിയയുടെ ഫിലിപ്പിയ പട്ടണമാണ്. ആ പട്ടണത്തിലേക്ക് പൗലോസിനെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോകും. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ വെച്ച് നടക്കുന്ന ചില സംഭവങ്ങളാണ് കുറിവാക്യം. ഇനി വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുമ്പോൾ ആ വാക്യങ്ങൾ ഒന്നുകൂടെ അന്വർത്ഥമാണ്. 30 മുതലുള്ള വാക്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് വായിച്ച് സഹായിക്കുമല്ലോ. Verse 30 onwards. അവരെ പുറത്തു കൊണ്ടുവന്ന് യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. ഒരു ദൈവിക പദ്ധതി മക്കദോനിയയിൽ ദൈവം വെളിപ്പെടുത്തി. അത് ഫിലിപ്പി എന്ന പട്ടണത്തിലാണ് ദൈവം ആരംഭിക്കുന്നത്. ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ദൈവം ആ പ്ലേസിനെ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയാണ്: പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ അവിടെ ഉണ്ടായി. ഇത് യാദൃച്ഛികമായി വന്നതല്ല. പ്രാർത്ഥനയെ നിസ്സാരമായി കാണുന്നവരോട് രാത്രി കർത്താവ് പറയുക, പ്രാർത്ഥനകളുടെ പിന്നിൽ, ഐക്യതയുള്ള പ്രാർത്ഥനകളുടെ പിന്നിൽ വെളിപ്പെടുന്ന ഒരു ശക്തിയാണ്. അതിന്റെ പിന്നിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ കരമാണ്. ദൈവത്തിന്റെ സ്തോത്രം. യഹൂദന്മാർ പോയിടത്തെല്ലാം ദൈവത്തിന്റെ സ്തോത്രം അവര് സിനഗോഗുകൾ പണിതു. സിനഗോഗ് എന്ന് പറഞ്ഞാൽ കൊച്ചു പള്ളികൾ. ഒരു സിനഗോഗ് ഉണ്ടാക്കണമെങ്കിൽ അതിന് പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. 9 യഹൂദ പുരുഷന്മാർ ആ സ്ഥലത്ത് ഉണ്ടായിരിക്കണം. അതാണ് കണ്ടീഷൻ. 9 യഹൂദ പുരുഷന്മാർ ആ സ്ഥലത്ത് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് സഹോദരിമാരെ ഉൾപ്പെടുത്തിയില്ല എന്ന് എന്നോട് ചോദിക്കരുത്. അന്നത്തെ നിയമം അതാണ്. ദൈവത്തിന്റെ സ്തോത്രം. 9 പുരുഷന്മാരുള്ളിടത്തെ ഒരു സിനഗോഗ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സിനഗോഗ് ഉണ്ടാക്കാനുള്ള ഒരു പുരുഷ പോപ്പുലേഷൻ ആ പ്രദേശത്ത് ഇല്ല. 9 പേർ തികച്ചവിടെ ഇല്ല. പക്ഷേ അവർ ഡിസ്കറേജ്ഡ് ആയിട്ടില്ല കേട്ടോ. ഒരു ഹോൾ ഇല്ലാത്തത് കൊണ്ടോ ഒരു പ്രാർത്ഥനാ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അവർ വിഷമിച്ചു പോയില്ല. പുഴവൊക്കെ തെരഞ്ഞെടുത്ത്. അപ്പം കടൽക്കരയിൽ പോയിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? സ്തോത്രം. അതിന് ഹോളൊന്നും ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ഹോൾ ദൈവം തന്നു. ഞാൻ പറഞ്ഞത് ഇതൊന്നും പ്രാർത്ഥനയ്ക്ക് എന്തല്ല, തടസ്സമല്ല. വണ്ടിയിൽ ഇരുന്നു എന്ത് ചെയ്യാം? ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു സാക്ഷ്യം കേട്ടു. അഫ്ഗാനിസ്ഥാനിലെ കുറച്ച് സഹോദരന്മാർ പോയി. ദൈവത്തിന് സ്തോത്രം. അഫ്ഗാനിസ്ഥാൻ റിലീജിയസ് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു ദേശം, ആരാധന പാസ്റ്റർമാര് കൂട്ടായ്മകളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമേ. അപ്പം ആ രാജ്യത്ത് ചെന്നു. അപ്പം 3-4 തീക്ഷ്ണത, ശദ്രക്ക് മേശക്കിനെ ആവേദന പോലുള്ള ചിലരാണ് എന്ത് ചെയ്തത്? സ്തോത്രം. തീക്ഷ്ണതയോടെ ആ രാജ്യത്ത് ചെന്നത്. അപ്പം ഹോളില്ല, ബാസില്ല, പ്രാർത്ഥനാ ക്രമീകരണമില്ല. നമ്മളാണ് എന്ത് ചെയ്തത്? സ്തോത്രം. വിശദീകരിക്കുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഈ 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ അകത്തൊരു വേദന. ആരാധിച്ചിട്ട് ആഴ്ചകളായി, ആരാധനയ്ക്ക് പോയിട്ട് ആഴ്ചകളായി. അപ്പം ഈ സ്പ്രെഡ് ചെയ്ത ഇവരുടെ റൂമിനകത്ത്, ഒരു മുറിക്കകത്ത് 8 പേര് വെച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ ഈ 4 പേര് ഒരുമിച്ചല്ല, 4 മുറികൾക്കകത്താണ്. ഒന്ന് റൂമിലിരുന്ന് പ്രാർത്ഥിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യമില്ല, കാരണം മറ്റുള്ളവർ കംപ്ലൈന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ ആഴ്ചകൾ കൊണ്ട് കഴിഞ്ഞ് ഇവരുടെ അകത്തുള്ള ഈ അഭിഷേകം തിളയ്ക്കുന്നുണ്ടെങ്കിലും ആരാധനയില്ല. ഇവർക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ അവിടെ ഒരു മർത്തോമക്കാരൻ അച്ഛനുണ്ട്. സ്തോത്രം. അദ്ദേഹമാണ് അവിടുത്തെ വണ്ടി ഓടിക്കുന്ന ഒരു പിക്കപ്പാ. ഒരു 5 പേരിരിക്കുന്ന പിക്കപ്പ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അച്ഛനോട് ചോദിച്ചു, അച്ഛാ ആ പിക്കപ്പ് ഞങ്ങൾക്കൊന്ന് തരണം, ആരാധന നടത്താനാണ് പറഞ്ഞത്. സ്തോത്രം. അച്ഛാൻ പേടിച്ചു പോയി. ദൈവത്തിന് കമ്പനി വണ്ടി അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. AC ഒക്കെ ഇട്ടൊന്ന് തന്നാൽ മതി. ഇവരുടെ റമ്മുമായിട്ടാണ് നാട്ടിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ. ഞാൻ ഖത്തറിലെ കാര്യമല്ലോ പറഞ്ഞു, അഫ്ഗാനിസ്ഥാനിൽ. സ്തോത്രം. ഇതൊന്നും ഉപയോഗിക്കാനുള്ള പറഞ്ഞു ഇച്ചിരി ദൂരെ ഒന്ന് മാറ്റിയിട്ട് വണ്ടിയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് AC ഒക്കെ ഇട്ട് എല്ലാ മാസം ഇത്രയും വാടക തരാം.
അച്ചാന് സന്തോഷം, കമ്പനി അറിയാതെ ചുമ്മാതെ കിട്ടുന്ന പൈസ രക്ഷപ്പെട്ടു. സ്തോത്രം. അങ്ങനെ വാടകയ്ക്ക് വണ്ടി എന്ത് ചെയ്തു, ഒരല്പ ദൂരം മാറ്റിയിട്ട് നല്ല AC ഒക്കെ ഇട്ട് സ്റ്റാർട്ടാക്കി വണ്ടി കൊടുത്തു. ഇവര് ഡ്രമ്മൊക്കെ എടുത്ത് ആരാധിച്ച് ദൈവത്തെ എന്ത് ചെയ്തു, അങ്ങനെ അവിടെ ആരാധന തുടങ്ങി. അപ്പം ഞാൻ ഇടയ്ക്കുള്ള സാക്ഷ്യം സ്കിപ്പ് ചെയ്യാൻ സമയം പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ അവർ പറയായിരുന്നു, വണ്ടി പലതും മാറി, ഇപ്പൊ 47 സീറ്റിന്റെ ഒരു ബസ് എടുത്തു. വണ്ടി കൊടുത്ത അച്ചാനും സ്ഥാനപ്പെട്ടു. മതോമക്കാരൻ നിങ്ങളിവിടെ ഉണ്ടോ? 44 പേരായി ആരാധനയ്ക്ക്. ഫോണില്ല, സാങ്ഷൻ ഇല്ല, ഹലോ, ഒരു സ്വാതന്ത്ര്യം. പക്ഷെ ആരാധന തുടങ്ങി ഇപ്പൊ 44 പേര് പോയാൽ അപ്പൊ നടക്കുമോ? ഇതിന് സ്വതന്ത്രം പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ എനിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലൊക്കെ സാക്ഷ്യം എനിക്ക് പറയാൻ അറിയത്തില്ല. എന്റെ കപ്പാസിറ്റിയുടെ മാക്സിമം ആണ് ഞാൻ ഇതിനൊക്കെ ഒരു സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ആ 4 പേരുടെ തീക്ഷ്ണത കണ്ടോ? രാജ്യത്ത് ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഒരു AC ഹോളോ സംവിധാനങ്ങളോ സാക്ഷനുള്ള ഒരു സൗകര്യങ്ങളോ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമോ ഇല്ല. പക്ഷേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. ഏത് പ്രതികൂല സാഹചര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ തീക്ഷ്ണതയുള്ളവനെ ഇന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ദൈവം ഈ കർത്താവ് എന്നെ ഉപയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ ചെയ്യണം. നമ്മൾ വിട്ടുകൊടുക്കുന്നതിനനുസരിച്ചാണ് ദൈവം നമ്മളെ ഉപയോഗിക്കുവാനിടയാക്കിയത്. അതൊരു വലിയ സാക്ഷ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഒരു പാസ്റ്റർ അവരെ കൊണ്ടുപോയി 12 പേരെ സ്ഥാനപ്പെടുത്തി. ഒരു അത്ഭുതം ഇതൊക്കെയാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. എന്റെ വിലാപത്തെ നൃത്തമാക്കി, എന്റെ രക്തം അഴിച്ച്, എന്നെ ഉല്ലാസം ഒടുപ്പിച്ച്, എന്റെ സ്തുതികൾക്ക് ഭേദം വരുത്തി എന്നെ ഒരു അത്ഭുതമാക്കി തീർക്കാൻ ദൈവത്തിന് ഏത് സ്ഥലത്തും കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം. ദൈവം തന്ന അവസരം എനിക്ക് ഉപയോഗിക്കണമെന്നുള്ളതൊരു തീരുമാനമാണ്. ആത്മീയ തീക്ഷ്ണത നമ്മളിൽ വർദ്ധിച്ചു വരുവാനിടയായി തീരണം. അങ്ങനെ ഫിലിപ്പിയിലേക്ക് ദൈവം വിടാൻ കാര്യം 9 പുരുഷന്മാർ അവിടെ ഇല്ല, സിനഗോഗില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ, ലുദിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സഹോദരിമാർ പുഴവക്കിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പുഴവക്കിൽ പ്രാർത്ഥിക്കുന്ന സഹോദരിമാരുടെ ഇടയിലേക്കാണ് ദൈവം പൗലോസിനെ അയച്ചത്. ദൈവത്തിന്റെ റൂട്ട് തെറ്റിയതല്ല. പ്രാർത്ഥിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടിയില്ല. അവരെത്ര നാൾ പ്രാർത്ഥിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. അവരെത്ര നാൾ കരഞ്ഞുവെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഒരു പ്രസംഗം കേൾക്കാൻ അവർ കൊതിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഒരു യൂട്യൂബ് ഇല്ല. പക്ഷെ അവരുടെ നടുവിൽ ദൈവം ഒരു അത്ഭുത സാക്ഷിയായി പൗലോസിനെ നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. കണ്ണുനീരോടുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും അൺആൻസർഡ് ആയി പോവുകയില്ല. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും അതിന്റെ പിന്നിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തുന്നതല്ലേ. ദൈവം പൗലോസിനെ പട്ടണത്തിലേക്ക് അയക്കുവാൻ ഇതൊരു പ്രാർത്ഥിക്കാനുള്ള ഒരു മോട്ടിവേഷനാണ്. ചിലരോട് ഇന്ന് രാത്രി കർത്താവ് പറയുക, മറ്റെല്ലാം മാറ്റിവെച്ച് കരയാൻ മനസ്സുള്ള ചിലരെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കട്ടെ. പുഴവക്കിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ഫിലിപ്പിയിൽ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ ദോഹയിലും അത് ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുമല്ലേ. പ്രാർത്ഥനയുടെ മറുപടി പോലെ അവരുടെ നടുവിൽ പൗലോസ് എന്ന ദൈവമനുഷ്യനെ ദൈവം കൊണ്ടു നിർത്തി. ദൈവത്തിന് റൂട്ട് തട്ടുകയില്ല. അങ്ങനെയാണ് സഭ സ്ഥാപിച്ചത്. ലുദിയുടെ വീട് തുറന്ന് എന്ന് വെച്ചാൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കേൾക്കാൻ ലുദി എന്ന സഹോദരിയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. ദൈവത്തിന് സ്തോത്രം. ഹൃദയം തുറന്നപ്പോൾ വീടും ദൈവം തുറന്നു. സ്തോത്രം. അതിനകത്ത് പാർത്ത് കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു സിനഗോഗ് അല്ലെങ്കിൽ ഒരു ആരാധന ക്രമീകരണം ആ പട്ടണത്തിൽ ഫിലിപ്പിയ യൂറോപ്പിലെ ആദ്യത്തെ സഭ പൗലോസിലൂടെ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദർശനം കണ്ടാ വന്നത്. രക്ഷ പ്രാപിപ്പാൻ ഒരു മനുഷ്യൻ തന്റെ കാതുകളിൽ മുഴങ്ങുന്ന ആ ഗാംഭീര്യമായ ശബ്ദം കേട്ടാണ് പൗലോസ് ഈ പട്ടണത്തിലേക്ക് വന്നത്. പ്രാർത്ഥനാ നിമിഷം ഇങ്ങനെ പൗലോസ് യാത്ര ചെയ്യുന്ന സമയത്ത് വെളിച്ചപ്പാടത്തിയായ ഒരു സഹോദരി, അവിടെ നിന്ന് ലക്ഷണം പറയുന്ന ഒരു സഹോദരി ദൂത് പറയും. ദൈവത്തിന്റെ അത്യുന്നത ദാസന്മാർ, രക്ഷാമാർഗം ഉപദേശിക്കുന്നവർ. വാക്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു. ദൂത് കറക്റ്റ് ആയിരുന്നു അല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം. അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം. സ്തോത്രം. പക്ഷെ ആത്മാവ് വേറെ. സ്തോത്രം. പൗലോസ് ആ ആത്മാവിനെ ശാസിച്ചു. ശാസിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട്
അടിയുടെ തുടക്കമായിരുന്നു. പ്രതിസന്ധിയുടെ ഒരു തുടക്കമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ അഭിഷേകമുള്ളവർ വരുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ് കേട്ടോ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. വലിയ പ്രതിസന്ധികൾ എന്ന് വെച്ചാൽ വളരെയധികം ആ വാക്ക് നിങ്ങളൊന്ന് ഓർപ്പിക്കണം. കാരണം എന്റെ ഹൃദയത്തിൽ അതൊന്ന് തട്ടി. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ 16-ാം അധ്യായം 22-23 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. 22-23 വാക്യങ്ങൾ. പുരുഷാരവും അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിക്കാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം, ആ വാക്ക് ശ്രദ്ധിച്ചോ, അവരെ വളരെ എന്ന് വെച്ചാൽ അവരുടെ വാശി മുഴുവൻ ഇവരുടെ മേത്ത് ചെയ്തു. ആ വാക്കിന്റെ അർത്ഥം അവരുടെ ദേഷ്യം മുഴുവൻ, അവരുടെ കോപം മുഴുവൻ. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മുടെ പിള്ളേരുടെ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ ആരുടെയെങ്കിലും ഒക്കെ മേളിൽ നമ്മുടെ ദേഷ്യം ഓഫീസിലായിരിക്കും, ജോലി സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും. ആരുടെയും നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ പാസ്റ്റർ നേരത്തായിരിക്കും, ചിലപ്പോ കൂട്ട സഹോദരൻ, ആരുടെയും നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? റിലേറ്റ് ചെയ്യുന്നുണ്ടോ? ആരുടെയും നേരത്തെ നമ്മൾ, കാരണം ഇവരുടെ ആ ദേഷ്യം മുഴുവൻ, അവരുടെ വൈരാഗ്യം മുഴുവൻ ഈ പൗലോസിന്റെ മേൽ, ശീലാസിന്റെ മേൽ അവരെന്ത് ചെയ്യുക? തീർക്കുക. അവരെ വളരെ അടുപ്പിച്ച ശേഷം, അങ്ങനെ എഴുതിയിരിക്കും, വളരെ അടുപ്പിച്ച് എന്ന് വെച്ചാൽ അവരുടെ വൈരാഗ്യം മുഴുവൻ ഈ ശരീരത്തിൽ തീർത്ത ശേഷം അവരെ കാരാഗ്രഹത്തിലാണ്. ഇത്രയും അടിച്ച് നിൽക്കാൻ പോലും കഴിവില്ലാത്തവരെ കാരാഗ്രഹത്തിലാക്കിയപ്പോൾ കാലാമത്തിലിട്ട്. അപ്പം ഞാനായിരുന്നു ഉറപ്പായിട്ട് കംപ്ലൈന്റ് പറഞ്ഞേനെ. കർത്താവ് പറഞ്ഞിട്ടാ ഞാൻ മര്യാദയ്ക്ക് ആസിക്ക് പോകുന്ന അന്നേ പറഞ്ഞതാ. മിഥുനിലേക്ക് പോകുന്ന രണ്ടാമത് എടുത്ത് എന്ത് ചെയ്താ? അല്ല, മക്കതോനിയ തന്നെ പോണം. പക്ഷെ അടി കിട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്രം രക്ഷിക്കുന്ന കാര്യമേ എല്ലാ ദൂതും ദൈവം എന്ത് ചെയ്യത്തില്ല. ഈ പ്രവചനം ദൂതിനൊരു ഭയങ്കര സുഖമുണ്ട്. കേൾക്കാൻ എന്താണ് കേട്ടോ. ഞാനിവിടെ 2 മണിക്കൂർ ഒന്ന് കൊരിന്ത്യലേഖനം പഠിപ്പിച്ചാലും മകനെ എന്നൊരാൾ വിളിച്ചാൽ അതിന്റെ മുമ്പിലെല്ലാം ഫിലോസഫി തീർന്നു, നമ്മൾ പഠിപ്പിച്ചത് തീർന്നു. ഏതാ നല്ലത്? ഏതാ ഒരു സുഖം? നല്ലത് പോട്ടെ, ഏതാ ഒരു സുഖം? മകളെ നീ ഒത്തിരി തകർച്ചയിലൂടെ, ആരാ തകർച്ചയിലൂടെ പോകാത്ത? അത് കേൾക്കുമ്പോഴേ നമ്മൾ വീണു. പിന്നെ കൊരിന്ത്യലേഖനം ഭാഷ തന്നെ പഠിച്ചാൽ മതി. നിങ്ങളെ ഇവിടെ ഉള്ളത് കേട്ടിട്ട് ഹലോ, മനുഷ്യന്റെ മനസ്സ് ഫേവറിങ് അല്ലേ? വചനത്തെക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പലപ്പോഴും ഒറ്റ വാക്കിനാ. ഉണ്ടോ? ഈ പ്രവചന ദൂതൊക്കെ സുഖമാണെങ്കിലും അവിടെ ചെല്ലണമെങ്കിൽ ഒത്തിരി വില കൊടുക്കണം. അപ്പൊ പൗലോസിനോട് ഈ രക്ഷിക്കാൻ ഒരാൾ എന്ന് പറയുന്നത് എന്ത് ചെയ്തോളൂ, പക്ഷെ ഇതിന്റെ പിന്നിൽ അടി കിട്ടുന്നൊന്നും സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? പ്രതിസന്ധികളുണ്ടാവും, മാനസിക തകർച്ചകളുണ്ടാവും. വാശി തീർത്തത് മാത്രമല്ല, കാലാമത്തിലിട്ട് എന്തോ ക്രൂരതയല്ലേ, നിൽക്കാൻ പോലും കഴിവില്ലാത്ത അടിച്ച് അരിവാക്കി അത് ആ വാശി തീരാനിട്ട് കാലാമത്തിലിട്ട്. സ്തോത്രം. അന്ന് രാത്രി മുഴുവൻ ഞാനായിരുന്നു കിടന്ന് കാരാഗ്രഹത്തിൽ കംപ്ലൈന്റ് പറഞ്ഞത്. പക്ഷെ അവിടെ അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പാടി ദൈവത്തെ ഇതിനൊരു സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഇതിനൊക്കെയാണ് ഒരു സ്തോത്രം. കംപ്ലൈന്റ് പറഞ്ഞില്ല, അവർ അർദ്ധരാത്രിക്ക് പാടി ദൈവത്തെ. രാത്രി ചിലരോട് ദൈവത്തിന്റെ നിയോഗം പോലെ വിളിച്ചു പറയുക, അവിടെയാണ് നിന്റെ മേലുള്ള അഭിഷേകം വെളിപ്പെടുന്നത്, നിന്റെ മേലുള്ള നിയോഗം വെളിപ്പെടുന്നത്. നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് ഒരു പദം എന്നെ വളരെ സ്പർശിച്ചത് കേട്ടോ. അതിന്റെ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 33-ാം വാക്യം ശ്രദ്ധിച്ച് അതിനകത്ത് ഒരു പദം ഒന്ന് അടർത്തിയെടുക്കാൻ വേണ്ടി. വേഴ്സ് 33. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി. കണ്ടോ, അടിയുടെ ആഫ്റ്റർ എഫക്റ്റാ. ഒത്തിരി മുറിവുകൾ എന്ത് ചെയ്തു? ഈ മുറിവ് വെച്ചോണ്ട ആരാധിച്ചത്. ഈ ചോരയിൽ കുളിച്ച് കഴുകിയെന്നല്ലേ? കഴുകിയെന്ന് പറഞ്ഞ രക്തം വാർന്ന് ഈ ഒഴുകുമ്പോഴും അവർ ദൈവത്തെ കഴിയണം, ഉപയോഗപ്പെടണം. ഉപയോഗപ്പെടുന്നവർക്ക് മുറിവുകളുണ്ട്, അവരാ കഠിനമായി മുറിക്കപ്പെടുന്നത്. ഞാനൊന്ന് കേട്ട വചനത്തെ ആലോചിച്ചപ്പോ നീ മനസ്സിലായി, ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും മനസ്സാണ്, പക്ഷെ ഉപയോഗിക്കപ്പെടുന്നവൻ മുറിക്കപ്പെടും. അതിന് സ്വന്തം പറയാൻ പറ്റുമോ?
ഉപയോഗിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ. പക്ഷെ ഏറ്റവും അധികം ഉപയോഗിക്കേണ്ടവനെ സ്വർഗം മുറിക്കും. കാരണം അതൊരു പണിയാ, അതൊരു ശുദ്ധീകരണമാണ്, അതൊരു ഘടികല. അതിനകത്ത് അതിന്റെ മേലുള്ള അഭിഷേകം. ഞാനിങ്ങനെ ചിന്തിക്കുക, ചരിത്രത്തിൽ ഇതുവരെ ആരാധിച്ചിട്ടില്ലാത്ത നിലയില്ല കാരാഗ്രഹത്തിനകത്ത് പൗലോസും ശീലാസും അന്ന് അർദ്ധരാത്രി ദൈവത്തെ പാടി ആരാധിക്കും. ഈ സഭയ്ക്കകത്തും അങ്ങനെയുള്ള ആരാധനകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടണമെന്നേ, അങ്ങനെയുള്ള വചന ശുശ്രൂഷകൾ ഈ ഹോളിനകത്ത് വെളിപ്പെടണമെന്നേ, അങ്ങനെയുള്ള ദൈവത്തിന്റെ തേജസ് ഈ ഹോളിനകത്ത് വ്യാപരിക്കണമെന്നേ ആഗ്രഹിക്കുന്ന എത്ര ദൈവങ്ങളുണ്ട്. ദൈവത്തിന്റെ തേജസ് പൂർണ്ണ ശക്തിയോടെ എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന്. മുഴുവൻ കാലത്താണ് ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ വ്യാപരിച്ചത്. ആരാധിക്കാൻ രണ്ടുപേരേ ഉള്ളൂ. ചോര വാർപ്പൊഴുകുക, സ്തോത്രം, ബാൻഡേഡ് ഇടാൻ, പ്രിലിമിനറി ദൈവത്തിന് സ്തോത്രം, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അതിനകത്ത് ആരുമില്ല. സ്തോത്രം, ഒരു ഗോസ് വെച്ച് അതിന്റെ മേളിൽ ചുറ്റാൻ ആരുമില്ല. എന്റെ കൂടെ നിങ്ങളുണ്ടോ? പക്ഷെ അവർ ആരാധിക്കുന്നതിന് മുറിവ് തടസ്സമായിരുന്നില്ല. നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഇങ്ങനെ ആരാധിച്ചിട്ട് ഈ എസിക്ക് ഹോളിനകത്ത് ആരാധിച്ചില്ലെങ്കിൽ അടി എത്ര മനസ്സിലായോ? മുറിഞ്ഞ് ചോര ഒഴുകുമ്പം ആ കാരാഗ്രഹത്തിനകത്ത് ആരാധിച്ചവര് സ്വർഗത്തിൽ ചെല്ലും. നമ്മൾ AC ഹോളിനകത്ത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളിടത്ത് ഒരു കൈ അടിച്ചില്ല. അവിടെ ചെല്ലുമ്പോ പൗലോസ് പറയും, ഇവര് പ്രതിഫലം കൊടുക്കരുത്. ഞങ്ങൾ അങ്ങനെ ആരാധിച്ചവരെ വില കൊടുത്ത് മുറിക്കപ്പെട്ട് തകർന്ന് അവിടെ ചെന്ന് നമുക്കൊന്നും പറയാൻ പോലും നമുക്കൊരു യോഗ്യത പോലും അവിടെ കാണത്തില്ല. എപ്പോഴും ഓർത്തോണം, ഉപയോഗമുള്ളവന് മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ ആശ്വസിപ്പിക്കാൻ ആരും കാണില്ല. അവിടെയാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ ഉടയ്ക്കപ്പെടുന്നതാണ്, അവൻ പണിയപ്പെടുന്നതാണ്, അവനെ തേജസ്സോടെ ദൈവം പുറത്തു കൊണ്ടുവരുന്നതാണ്. അവനെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില മുറിവുകളെ ഇന്ന് രാത്രി കർത്താവ് കഴുകട്ടെ. ചില മുറിവുകളെ ദൈവം എടുത്തു മാറ്റട്ടെ. മനസ്സിനകത്തുള്ള ചില വേദനകളെ ദൈവം എടുത്തു മാറ്റട്ടെ. എന്റെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാനുള്ള ഒരു അഭിഷേകം ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ചില ജീവിതങ്ങളുടെ കർത്താവ് പകരേണ്ടതിനായി ഞാൻ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ഒരിക്കലും വിട്ടുകൊടുക്കേണ്ടവരല്ല, നീ ഉപയോഗമുള്ളവരാണ്. അവിടെ അതിന്റെ മേലുള്ള അഭിഷേകം വെളിപ്പെടും. പല നിലകളിൽ മാനസികമായി തകർന്നിരിക്കുന്ന ഒത്തിരി പേര് ഞങ്ങളോട് കർത്താവിൽ ആത്മാവിൽ പറയുക, മുറിക്കപ്പെടുന്നിടത്താണ് നമ്മൾ പണിയപ്പെടുന്നത്. മുറിക്കപ്പെടുന്നിടത്താണ് നമ്മൾ പണിയപ്പെടുന്നത്. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. ആളുകൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 25-ാം വാക്യം ശ്രദ്ധിച്ചേ. 25-ാം വാക്യം. ദൈവത്തെ പാടി സ്തുതിച്ചു. അടുത്ത വാക്ക്, ഈ തടവുകാർ ശ്രദ്ധിച്ചത് ഇവരുടെ ആരാധനയാണെങ്കിൽ മുറിവാണ്. ഏതാ ശ്രദ്ധിച്ചത്? തടവുകാർ എന്തായിരിക്കും ശ്രദ്ധിച്ചത്? ഇവരുടെ മുറിവാണോ ഇവരുടെ ആരാധനയാണോ? അവരുടെ ആരാധനയാണ്, അവരുടെ മുറിവല്ല. ആണോ? എന്റെ അകത്തുള്ള വേദനയല്ല അവർ ശ്രദ്ധിച്ചത്, എന്റെ ആരാധനയാണ്. ആ മുറിവുകൾക്കകത്ത് ആ തേജസ് വെളിപ്പെട്ടത്. അവിടെയാ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയത്. അവിടെയാണ് ചങ്ങലകൾ അടിഞ്ഞു മാറിയത്. അവിടെയാണ് കാരാഗ്രഹത്തിനകത്ത് വിടുതൽ വ്യാപരിച്ചത്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ദൈവം മുറിക്കുന്നവരെ അവൻ പണിയുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ഉപയോഗിക്കപ്പെടണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കാം. പക്ഷെ മുറിക്കപ്പെടണമെന്ന് ആരും പറയില്ല. പക്ഷെ മുറിക്കപ്പെടുന്നവനെ ഉപയോഗമുള്ള പ്രയോജനമുള്ളൊരു പാത്രമാണ്. ഈ അർദ്ധരാത്രിക്ക് വെളിപ്പെട്ട ആരാധനയിൽ അവിടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തി വളരെ വലുതാണ്. അടിസ്ഥാനങ്ങളെ കുലുക്കി
ചങ്ങലകൾ അഴിഞ്ഞുപോയി. സകല തടവുകാരുടെ മേലും ദൈവപ്രവൃത്തി. ശ്രദ്ധിക്കണം, മുറിവേറ്റത് 2 പേരാ, പക്ഷേ വിടുതൽ പ്രാപിച്ചത് അനേകരാ. ചിലപ്പോൾ ഒരു കുടുംബത്തിനകത്ത് മുറിക്കപ്പെടുന്ന ഒരാളായിരിക്കും, പക്ഷെ അതിന്റെ ആശ്വാസം അനുഭവിക്കുന്നവർ. കർത്താവിനും ഇതിനകത്ത് കുറച്ച് പേരെ വേണം. എന്തിനാ? മുറിക്കപ്പെടാം. ആ മുറിക്കപ്പെടുന്നവരിലൂടെയാ അനേകരെ ദൈവം പണിതെടുക്കും. കൈ പൊക്കണ്ട, പക്ഷെ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ട്. എന്നെ ഉപയോഗിക്കണേ. എന്റെ മുറിവുകൾ, എന്റെ ജീവിതത്തിലെ മുറിവുകൾ, എന്റെ മേലുള്ള അഭിഷേകത്തെ വെളിപ്പെടുത്തുന്ന തലങ്ങളാക്കി തീർക്കണമെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. ദൈവം പറഞ്ഞത് നിവർത്തിച്ചു. കാരാഗ്രഹ പ്രമാണി വിറച്ചോണ്ട് എല്ലാവരും ഓടിപ്പോയെന്ന് വെച്ചാൽ ഇവരുടെ മുന്നിലേക്ക് വീണത്. പക്ഷേ അവിടെ ദൈവം പൗലോസിനോട് പറഞ്ഞ ദൂത് നിവർത്തിക്കുക. യജമാനന്മാരെ രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വലിയൊരു സന്തോഷം വെളിപ്പെട്ടു. കുടുംബത്തിനകത്ത് ഒരു ആത്മീയ വിടുതൽ സംഭവിച്ചു. ചില ആത്മീയ വിടുതലുകൾ വെളിപ്പെടണമെങ്കിൽ അതിന്റെ പിന്നിൽ ചില മുറിവുകൾ വെളിപ്പെട്ടേ മതിയാകും. പക്ഷേ എന്റെ സ്നേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന, ഒരു മുറിവുകളും നിന്റെ ആരാധനയെ തടയരുത്. രാത്രിയിൽ ഒരു നിയോഗം പോലെ ചിലരോട് പറയും, ഒരു മുറിവുകളും എന്റെ ആത്മീയ ജീവിതത്തിൽ എന്ത് വരുത്തരുത്. അവൻ ഉടയ്ക്കും, അവൻ പണിയും. നല്ല പാത്രമായി, നല്ല പാത്രമായി. എന്റെ ആരാധനയിൽ ഞാൻ വർദ്ധിക്കും, എന്റെ പ്രാർത്ഥന ഞാൻ വർദ്ധിക്കുമെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിന് ഇതിനകത്ത് ചിലരെ ആവശ്യമുണ്ട്. പക്ഷേ ആവശ്യം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ അളവനുസരിച്ച് ദൈവജനരെ എന്ത് ചെയ്യുന്നത്. സ്തെഫാനോസിനെ മേശമേൽ ശുശ്രൂഷിക്കാൻ ആക്കിയത് കൃപയും ശക്തി നിറഞ്ഞവനാ. പക്ഷെ അധികം വൈകുന്നതിന് മുമ്പ് ആളിന് മുന്നിൽ വന്നു. കാരണം ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപിച്ചു. 7 പേരെ സെലക്ട് ചെയ്തേ, ഒരാളല്ലേ മുന്നിൽ വന്ന. കാരണം അത്ര ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ച് കൊടുക്കുന്നതനുസരിച്ചാണ് കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം വേണം. ഉപയോഗിക്കപ്പെടണമെന്നല്ല, മുറിവുകൾക്കകത്തും ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അഭിഷേകം നമുക്ക് ഇന്ന് രാത്രി ദൈവത്തോട് ചോദിച്ചു മേടിക്കാം. ഈ വചനം നമുക്കൊരു ബലമായി തീരട്ടെ. ഞാൻ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. രക്ഷയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. മുറിവുകളാണ് നമ്മുടെ മേലുള്ള അഭിഷേകത്തെ വെളിപ്പെടുത്തുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ വാക്ക് ഒന്നും കൂടെ സഹോദരങ്ങളെല്ലാം അക്കാതെ തുറന്ന സഹോദരിമാരെന്ന് കേൾക്കണം. ഒരു പേരെങ്കിലും കർത്താവിന് വേണ്ടി അനക്കാൻ, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ ഈ തലമുറയിൽ എന്നെ മുഖാന്തരമാക്കി തീർക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നു. കർത്താവിലെല്ലാവരെയും ഒരു ദിവസങ്ങളും ബലത്തോടെ നയിക്കണം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ ഇന്ന് രാത്രി ദൈവം നമ്മെ മടക്കി അയക്കേണ്ട ദൈവത്തിന്റെ കൃപ പരിശുദ്ധാത്മാവ് ദിവസങ്ങൾ നമ്മുടെ മേൽ പകരട്ടെ. ഇനി നമ്മൾ കൂടി വരുന്നപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകേണ്ടതിന്